നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്രകൃതിയെ തേടിയുള്ള യാത്രകൾ അവസാനിക്കുന്നില്ല. നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ യാത്ര പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കാണ്. പറമ്പിക്കുളം നമ്മുടെ കേരളത്തിലാണെങ്കിലും പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് പോകണമെങ്കിൽ നമുക്ക് തമിഴ്നാട് വഴിയാണ് അവിടേക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ടൈഗർ റിസർവ് കേന്ദ്രം കേട്ടോ ഈ പറമ്പിക്കുളം. തമിഴ്നാട്ടിലെ സേത്തുമട ചെക്ക് പോസ്റ്റ് വഴിയാണ് നമുക്ക് ഇവിടേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. ചെറിയൊരു ഫീസും കൊടുത്താൽ മാത്രമേ നമുക്ക് പ്രവേശനം സാധിക്കുള്ളൂ. കാലത്ത് 7 മണി മുതലാണ് ഇവിടേക്കുള്ള പ്രവേശനം. ബൈക്ക് അലൗഡല്ല. ഇതുകൂടാതെ അതിരപ്പള്ളി, വാഴച്ചാൽ, അതുപോലെ നെല്ലിയാമ്പതിയിൽ നിന്നൊക്കെ വഴികളുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ അതിലൂടെ സാധാരണക്കാർക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. അവിടുത്തെ ട്രൈബ്സിനും അതുപോലെ ഫോറസ്റ്റ് ഓഫീസേഴ്സിനും മാത്രമേ അതിലൂടെ പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളൊരു പഗ്മാർട്ടൈൽ ട്രക്കിംഗ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ട്രക്കിങ്ങിന് മിനിമം 5 പേരെങ്കിലും വേണം കേട്ടോ. ഏകദേശം കാലത്തൊരു 9 മണിക്ക് തുടങ്ങിയിട്ടൊരു 1 മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ട്രക്കിങ്. ഒരു 6-7 കിലോമീറ്റർ നമ്മൾ കാടിനുള്ളിലൂടെ നടന്ന് പുറത്തേക്ക് തിരിച്ചെത്തും. ട്രക്കിങ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ. അതിന് ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. ഡീറ്റെയിൽസൊക്കെ ആ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ ട്രക്കിങ്ങിൻ്റെ പോയിന്റിലെത്തിയിട്ടാണ്. ഏകദേശം 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ടൂറിസ്റ്റ് ഗൈഡ് വന്നത് ഏകദേശം ഒരു 9:30 കൂടിയിട്ടാണ്. അപ്പോൾ തന്നെ നമ്മൾ അവിടുന്ന് ട്രക്കിങ് ആരംഭിച്ചു. നമ്മൾ ഇവിടെ എത്തിച്ചേരുന്നതിനിടയിൽ നമുക്ക് നല്ല സൈറ്റിങ് കിട്ടിയിട്ടാണ്. നല്ല കാട്ടികളുടെ ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റി. അതുപോലെ പീക്കോക്കിൻ്റെ ഒരു ഗ്രൂപ്പിനെ കാണാനായിട്ട് സാധിച്ചു. അതിൻ്റെയൊക്കെ വീഡിയോ പകർത്താനും നമുക്ക് സാധിച്ചു. സാധാരണ ദിവസങ്ങളിൽ ട്രക്കിങ്ങിന് 300 രൂപയും ഹോളിഡേയ്സിൽ 380 രൂപയാണ് പെർ ഹെഡ് ഒരാൾക്ക് വരിക. വരുന്ന വഴിക്ക് നമുക്ക് നല്ല സൈറ്റ് സീയിങ് കിട്ടിയിട്ടാണ്. ഒരു കൂട്ടം കാട്ടികളെ കാണാനായിട്ട് സാധിച്ചു. അതുപോലെ മയിലിനെ കാണാനായിട്ട് സാധിച്ചു. ആ മയിലിൻ്റെയും അതുപോലെ കാട്ടിയുടെയൊക്കെയും വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ സാധിച്ചു. പ്രധാനമായിട്ട് ഈ ട്രക്കിങ്ങിൽ ഇളപൊഴിയും കാടുകൾ, തേക്കിൻകാട്, മുളങ്കാട്, ഈറ്റക്കാട്, പുൽമേടുകൾ, അതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു ട്രക്കിങ്ങിൽ കാണാനായിട്ട് സാധിക്കുന്ന വനങ്ങൾ. പിന്നെ വനത്തിലെ വന്യജീവികളും. നമ്മുടെ ട്രക്കിങ് മെല്ലെ തുടർന്നുകൊണ്ടിരിക്കട്ടെ. നമ്മൾ ട്രക്കിങ് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് മയിലുകളെ കണ്ടിരുന്നു. അതുപോലെ കരിങ്കുരങ്ങ്, നീലഗിരി ലങ്കൂറിനെയൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ ഒരു മൂങ്ങ ഒരു മരത്തിൻ്റെ മുകളിലിരിക്കുന്നത്. അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതേ കടന്നലിൻ്റെ ഒരു കൂട് കണ്ടു. നോക്കിയേ, ഒരുപാട് കടന്നലുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടുന്ന് എത്രയും പെട്ടെന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് അവിടുന്ന് പോരാനാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പ്രകോപനം ഉണ്ടാക്കിയിട്ട് അവരെ കൂടിളക്കിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് തന്നെയാണ് അപകടം ഉണ്ടാവുക. അപ്പോൾ കാട്ടിലൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നടക്കണം എന്നൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് നമ്മുടെ ഗൈഡ് തന്നുവിട്ടാണ്. നമ്മൾ ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിശബ്ദമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ഇതുപോലൊരു അസ്ഥികൂടം കണ്ടുട്ടാ. ഇത് ഒരു കാട്ടിയുടെയാണ് എന്ന് തോന്നുന്നു. ഇവിടെ കിടന്ന് മരണപ്പെട്ട ഒരു കാട്ടിയുടെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഫോസിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കനാൽ പോലെ ഉണ്ട്, ഒരു തോട് പോലെ ഉണ്ട്. അപ്പോൾ അത് മുറിച്ച് കടക്കണം. അങ്ങനെ നമ്മൾ അതിസാഹസികമായിട്ട് നമ്മൾ ഇവിടുന്ന് അത് മുറിച്ച് കടക്കാനുള്ള പ്രയാണത്തിലാട്ടോ. അപ്പോൾ നമ്മുടെ കാലുമ്പോൾ ഷൂസൊക്കെ ഉണ്ട്. ഷൂസൊക്കെ ഊരി നമ്മൾ മെല്ലെ അങ്ങോട്ട് കടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഷൂസിലെ വെള്ളമായി കഴിഞ്ഞാൽ ആകെ ചെളിയാവേണ്ട വെച്ചിട്ട്. അപ്പോൾ അത് ഊരിയിട്ട് ഓരോരുത്തരെയും മെല്ലെ മെല്ലെ നമ്മുടെ ഈ തോട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കടന്നു കേട്ടോ. ഈ തോടിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കടന്നു. മറ്റുള്ളവരെ ഇങ്ങോട്ട് കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട, ആന വന്ന് ചവിട്ടി മെതിച്ചിട്ടുള്ള പാട് കണ്ട. ആന ഇവിടെ വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ചവിട്ടി മെതിച്ചതിൻ്റെ പാടുകളാണ്. അതുപോലെ തന്നെ ലെപ്പേഡിൻ്റെ കാലിൻ്റെ ഫിംഗറുകൾ കണ്ടു. അതിൻ്റെ പാടാണ് ഈ കണ്ടത്. അങ്ങനെ വീണ്ടും നമ്മൾ ആ തോടൊക്കെ കടന്ന് കനാലും കടന്ന് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാടിൻ്റെ ഉള്ളിലൂടെ. കാടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെ കേട്ടോ.
നമ്മൾ കാട്ടിലൂടെ പോകുമ്പോൾ ആനയുടെ ചെറിയൊരു ചുന്നമ്പിളി പോലെ ചെറിയൊരു ശബ്ദം കിട്ടും. ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ആന നമ്മളതിനെ ശല്യം ചെയ്യാതെ അങ്ങോട്ട് പോയി. നമുക്ക് കൂടുതൽ കാണാനോ അതിൻ്റെ വീഡിയോ പകർത്താനോ ഒന്നും സാധിച്ചില്ല. കാടിലൂടെ മുന്നോട്ട് പോകുന്തോറും കാടിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. പല രൂപത്തിലുള്ള കാടുകൾ, ഇലപുഴയും കാടുകൾ, തേക്കും കാട്. ചില സ്ഥലത്ത് ഫോറസ്റ്റുകാർ തന്നെ തേക്കുകൾ പ്ലാന്റ് ചെയ്തിട്ട് തേക്കും കാട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈറ്റക്കാട്, മുളങ്കാട്, പുൽമേടുകളും ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമ്മൾ നടന്ന് ഒരു മുളങ്കാടിൻ്റെ അവിടേക്ക് എത്തിച്ചേർന്നു. ഈ മുളങ്കാടിനോട് ചേർന്നൊരു തോട് പോലെ ഒരു റിവർ പോലെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തു. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ് ഉണ്ടായത്. ഈ മുളങ്കാടുകൾക്ക് ഇടയിലൊക്കെ നല്ല പാമ്പിൻ്റെ കൂട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അതുപോലെ തന്നെ വൈൽഡ് ആനിമൽസും പതുങ്ങിയിരിക്കുന്നുണ്ടാവാം. അവർ നമ്മളെ കണ്ടിട്ട് പേടിച്ചിട്ട് നമ്മളെ ശല്യം ചെയ്യാതെ ഇരിക്കും. നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കട്ടെ. അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു തടയണ പോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നത്. ഒരു ചെറിയ ജലാശയം, അതിന് കുറുകെ ഒരു തടയണ കെട്ടിയ പോലെ ഒരു ചെക്ക് ഡാം പോലെ ദൈ കാണുന്നതാണത്. അതിലൂടെ നമ്മൾ നടന്ന് പുറത്തേക്ക് എത്തിച്ചേർന്നു കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റോഡ് സൈഡിലേക്കാണ് എത്തിച്ചേരുക. നമ്മളിവിടെ വന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് റീഫ്രഷ് ആയതിനു ശേഷം നേരെ ഈ ചെക്ക് ഡാം പോലെ ഉള്ളതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി പോകുന്നുണ്ട്. ഗൈഡ് നമുക്ക് വഴി കാണിച്ചു തന്നു. അങ്ങനെ നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് പുറത്തേക്ക് എത്തി. നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നല്ല മാൻകൂട്ടം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.